بسم الله الرحمن بسم الله الرحمن الرحيم الله أعلم بسم الله الرحمن الرحيم الله أعلم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد اللهم وصل بلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم زدهم تعظيما وتشريفا وتكريما يا رب العالمين اللهم سيما إلى هذا الصحابي الذي سيدنا معاذ بن الله رضي الله تعالى عنه يا هذا الشيخ ولادنا وقت على مسيهم ولي الله المنور قدس الله سره اللذيذ اللهم علي درجاتهم في الجنة يا رب العالمين اللهم افض علينا وعلى من تعلق بنا في رضاتهم وأسرارهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ വേദിയെ സ്വീകരിക്കുമാറാകട്ടെ. അതിലേക്ക് എന്താ നമ്മുടെ സമ്മാനം റെഡിയാക്കിയാ? ഇൻഷാ അള്ളാ ഇന്ന് റെഡിയാവും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റെഡിയാക്കിയാൽ റെഡിയാകും, നാളെ കൊടുക്കണ്ടല്ലേ? അതെ അതെ, ഇന്ന് വൈകുന്നേരം കണ്ട് റെഡിയാക്കാം. മൂപ്പർ പറഞ്ഞിന് റെഡിയാക്കിട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ കൊടുക്കാൻ സംഘാടകരോട് സ്ഥാനം കൊടുപ്പിക്കുന്ന കാര്യം പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഉസ്താദ് അന്ന് റിക്വസ്റ്റ് ചെയ്യണം, ഞാൻ ഇൻഷാ അല്ലാ പറയാം. ഓക്കെ ഇൻഷാ അള്ളാ. നിങ്ങളുടെ റൂബി സെക്ടറിന്റെ ആഗ്രഹമായിട്ട് പറയണം ആ ഇൻഷാ അള്ളാ. കൊടുത്തതിനെ കുറിച്ച്. ഉം. ഉം. അപ്പൊ നമ്മള് എവിടെയായിരുന്നു എടുത്ത്? നമ്മള് മറ്റേ ഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഇന്ന് ഭൂമിയെ കുറിച്ചുള്ള ക്ലാസ്സാ പറഞ്ഞത് അല്ലേ? ആ എഴുത്ത പാഠം ഒന്ന് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أأنتم أشد خلقا من السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم ഇവിടെ നമ്മൾ ഓതി വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ സംഭവത്തിലാണ്
ഖുർആന്റെ സംഭവത്തിലൂടെ പറയാണ് അസദ്ദു ഖൽഖൻ അമിസ് സമാ, അന്തും നിങ്ങളാണോ അസദ്ദു കടുപ്പമുള്ളവർ, ഖൽഖൻ സൃഷ്ടിപ്പിനാൽ, അമിസ് സമാ അല്ല ആകാശമാണോ, ബനാഹ ആകാശത്തെ അള്ളാഹു അവൻ നിർമ്മിച്ചു, റഫഅ സംകഹ അതിന്റെ കട്ടിയെ അവൻ ഉയർത്തി വെച്ചു, ആകാശത്തിന്റെ കട്ടിയെ അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുന്നു, സവ്വാഹ അവൻ അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നു, വഅഗ്തസ ലൈലഹ വഅഖ്റജ ദുഹാഹ അള്ളാഹു തആല വഅഗ്തസ ലൈലഹ ആ ആകാശത്തിന്റെ രാവിനെ അള്ളാഹു ഇരുട്ടാക്കി, വഅഖ്റജ ദുഹാഹ അതിന്റെ പകലിനെ അവൻ പ്രകാശിപ്പിച്ചു, അതിന്റെ പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തു. വൽ അർള ബഅദ ദാലിക ദഹാഹ, കാണുന്നില്ലേ? സ്ക്രീനില്ല, സ്ക്രീൻ കാണുന്നില്ല സാർ. ഇത് കാണുന്നില്ല. വൽ അർള ബഅദ ദാലിക ദഹാഹ, വൽ അർള ഭൂമിയെ ബഅദ ദാലിക അതിനുശേഷം ദഹാഹ അവൻ പരത്തിയിരിക്കുന്നു, അഖ്റജ മിൻഹാ മാഅഹ വമർആഹ അഖ്റജ അല്ലാഹു പുറപ്പെടുവിച്ചു മിൻഹാ ഭൂമിയിൽ നിന്ന് മാഅഹ ആ ഭൂമിയുടെ വെള്ളവും മർആഹ അതിന്റെ പുല്ലും മറ്റു കാര്യങ്ങളും ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹു പുറപ്പെടുവിച്ചു, വൽജിബാല അർസാഹ പർവ്വതങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, ഇതൊക്കെയും മതാഅൻ ലക്കും വലിഅൻആമിക്കും, മതാഅൻ ലക്കും നിങ്ങൾക്ക് അനുഗ്രഹം എടുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഉപകാരം എടുക്കാൻ വേണ്ടിയാണ്, വലിഅൻആമിക്കും നിങ്ങളുടെ നാൽക്കാലികൾക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്ക് തിന്നാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തആല ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു പുറപ്പെടുവിച്ചു നൽകി. അങ്ങനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനുണ്ടോ നിങ്ങളെ തിരിച്ചു പടയ്ക്കാൻ വല്ല പ്രയാസവും? റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങളെ എന്ത് ചെയ്യുക, തിരിച്ചു പടയ്ക്കുക എന്നുള്ള എന്ത് ചെയ്യുക, ഒരു പ്രയാസമുള്ള കാര്യമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എളുപ്പമായ കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നലെ ഓതി വല്ലർദ ബഅദ ദാലിക ദഹാഹ, ഭൂമി അല്ലാഹു തആല അവൻ പരത്തി എന്ന് പറഞ്ഞു. ആ പരത്തി വിരിപ്പാക്കിയ ഈ പ്രയോഗത്തില് ഭൂമിയെ കുറിച്ച് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പം അള്ളാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആൻ ആ ഖുർആനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം, ഖുർആൻ ഒരു ഗോളശാസ്ത്രം പറയാൻ വന്നുകൊണ്ട് ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ ഖുർആൻ ഒരു ഗോളശാസ്ത്ര ഗ്രന്ഥോ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഗ്രന്ഥോ അല്ല. ഖുർആന്റെ പരമമായ ലക്ഷ്യം മനുഷ്യരെ, ബുദ്ധിയുള്ള മനുഷ്യനെ സൽപന്താവിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ട പ്രേരകമായ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു ഖുർആൻ പറയുന്നു. അപ്പൊ അവിടെ അതിന്റെ ഉള്ളിൽ, പക്ഷെ ആ പരിശുദ്ധ ഖുർആന്റെ ഉള്ളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു ധാരാളം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സൂചനകളൊന്നും പ്രാപഞ്ചികം നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയ എന്തെല്ലാം സയന്റിഫിക് ട്രൂത്ത് ഉണ്ടോ ആ ട്രൂത്തിനൊന്നും എതിരാകുന്നതല്ല. എന്നാൽ ആ സയന്റിഫിക് ട്രൂത്തിലേക്ക് ധാരാളം വെളിച്ചം വീശുന്ന സൂചനകൾ എന്ത് അള്ളാഹുവിന്റെ ഖുർആൻ നൽകുന്നുമുണ്ട്. പിന്നെ ഖുർആന്റെ പൊതുവായ ശൈലി എന്ന് പറഞ്ഞാൽ ബാഹ്യവീക്ഷണത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങളെ അത് വിശദീകരിച്ച് പറയുകയും അവ്യക്തമായ കാര്യങ്ങളിലേക്ക് ചുഴിഞ്ഞാലോചിച്ച് മനുഷ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രേരണ, പ്രചോദനം, പ്രോത്സാഹനം അതെപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. ചിന്തിക്കേണ്ട, പഠിക്കണമെന്നല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ ധാരാളമായി ചിന്തിക്കാനും പഠിക്കാനും വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോ മനുഷ്യർക്ക് എല്ലാവർക്കും
പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്തുള്ള ആ ജനങ്ങൾ, അവർക്ക് കൂടി സുതരാം ബോധ്യമാകുന്ന, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ ആ ഖുർആൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതങ്ങനെയാണല്ലോ. എപ്പോഴും വിജ്ഞാനത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനം ക്രമാനുഗതമായി വർദ്ധിക്കേണ്ടതാണ്. ഏഹ് അത് പടിപടിയായിട്ടാണ് വിജ്ഞാനം വർദ്ധിച്ചു വരേണ്ടത്. അപ്പോഴാണ് വിജ്ഞാന വർധന ഉണ്ടാവുള്ളൂ. അല്ലാതെ ചെറിയ കുട്ടിയോട് എമ്മേക്കാരന്റെ വിജ്ഞാനം വിളമ്പാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ആ മനുഷ്യരുടെ പ്രഥമ വീക്ഷണത്തിൽ അസംബന്ധമായ കാര്യങ്ങളെ ഒരു സത്യപ്രസ്താവനയുടെ ഖുർആൻ നൽകുന്നില്ല, ഖുർആൻ പറയുന്നില്ല. എന്നാൽ ആ പാമര ജനങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരെയും കൂടി ചിന്തിപ്പിക്കുന്ന, അവരെയും കൂടി ചിന്തയുടെയും ആലോചനയുടെയും വഴിയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്താണ് പരാമർശിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ ശാസ്ത്രീയമായി കണ്ടെത്തിയ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ, അത് ഭൂമിയുടെ കറക്കമാണെങ്കിലും അതുപോലെ ഭൂമിയുടെ ഗോളാകൃതിയാണെങ്കിലും, ഇതൊന്നും അള്ളാഹുവിന്റെ ഖുർആൻ നസ്സായി വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സമൂഹമല്ല എവിടെയുള്ളത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധിതരായിട്ടുള്ളത്. അപ്പൊ അവരെ മുമ്പിൽ എന്നാൽ ആ വിശുദ്ധ ഖുർആൻ ഭൂമി കറങ്ങുന്നതായി അതുപോലെ ഭൂമിയുടെ ആകൃതി അത് ഗോളാകൃതിയായി ഒക്കെയും വരുന്ന പരാമർശങ്ങളെ സൂചനാ രീതിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുമുണ്ട്. ഭൂമിയുടെ ആകൃതി ഗോളമല്ല എന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സമർത്ഥിക്കുന്ന ഒറ്റ പ്രമാണവും എന്ത് ചെയ്യുക ഖുർആനിൽ പറഞ്ഞിട്ടുമില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ അള്ളാഹുവിന്റെ വർത്തമാനമല്ലേ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ആകൃതി അത് ഗോളമല്ല എന്ന് നിഷേധിക്കുന്ന എന്തെങ്കിലും കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ചർച്ച, ഇന്ന് ഭൂമിയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ കേൾപ്പിക്കാന്ന് കരുതുന്നു. ഭൂമിയെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ഭൂമിഗോളം സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണ്, നമുക്കറിയാം. സൂര്യൻ കേന്ദ്രമാകുന്ന നമ്മുടെ ഗാലക്സി സംവിധാനത്തിലെ ഒന്നാണ് സൗരയൂഥം. ആ സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി. അതിന്റെ വ്യാസം 12,738 കിലോമീറ്റർ വ്യാസമുള്ള, ഏതാണ്ട് സൂര്യനിലേക്ക് 15 കോടിയോളം കിലോമീറ്റർ അകലം, ശരാശരി 14,96,97,806 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഭൂമി ഉള്ളത്. അവ ഈ ഭൂമിയാകുന്ന ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹിക്കാവുന്ന ചൂടും ഓക്സിജന്റെ സാന്നിധ്യവും ഉപയോഗയോഗ്യമായ ജലവും ഇതൊക്കെയും ഭൂമിയിൽ ലഭ്യമാണ്. ഇതാണ് നമ്മുടെ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആല ജനവാസത്തിന് വേണ്ടി ആക്കി നൽകിയ, മനുഷ്യന്മാർക്ക് വസിക്കാൻ വേണ്ടി ആക്കി നൽകിയ ഭൂമിയുടെ പ്രത്യേകതയാണ് ഇതൊക്കെ. ഭൂമിയുടെ ആകൃതി നമ്മൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ അനുസരിച്ചുകൊണ്ട് ധ്രുവങ്ങളിൽ നിന്ന് അല്പം പരന്ന് മധ്യം വീർത്ത ഗോളമാണ് ഭൂമി. മധ്യഭാഗം വീർത്ത ഗോളമാണ് ഭൂമി. നമ്മുടെ ഭൂമധ്യരേഖ, ഭൂമിന്റെ സെൻട്രൽ ഭാഗത്തോട് സങ്കല്പിച്ചു കൊടുക്കുന്ന രേഖയുണ്ട്. ആ രേഖയിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രം, ഭൂമിയുടെ കോറിലേക്കുള്ള ദൂരം 6,378 കിലോമീറ്റർ. ധ്രുവങ്ങളിൽ നിന്ന് ഭൂമിയുടെ കോറിലേക്ക്, കേന്ദ്രത്തിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ അത് 21 കിലോമീറ്റർ കുറവാണ്. 6,378 വരില്ല, അതിനേക്കാൾ 21 കിലോമീറ്റർ കുറവേ വരും. ഭൂമിയുടെ മൊത്തം ഭാരം അത് ഒറ്റയടിക്ക് വായിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ശാസ്ത്രീയമായി സങ്കല്പിച്ചിരിക്കുന്ന അനുസരിച്ചുകൊണ്ട് 5.96 ട്രില്യൺ ടൺസ്, അഥവാ 59,736, പിന്നെ 20 പൂജ്യം ഇട്ടാൽ എത്രയാണോ വായിക്കുക, അത്രയും വലിയ വെയിറ്റ് ആണ് ഭൂമിയുടെ വെയിറ്റ്. ഭൂമിയുടെ വെയിറ്റ് 5.96 ട്രില്യൺ ടൺസ് ആണെന്ന് പറയാം, ടണ്ണുകളാണ്. അഥവാ 59,736 ഇട്ടിട്ട് 20 പൂജ്യം ഇട്ടാൽ എന്താണോ വായിക്കുക, അത്രയും കിലോഗ്രാമാണ് ഭൂമിയുടെ ഭാരം. ഭൂമിയുടെ ഉപരിതല വിസ്തീർണം 51,000,00,000
66,100 ചതുരശ്ര കിലോമീറ്ററാണ് ഭൂമിയിലെ വിസ്തീർണം. ഇതിൽ ആകെ 15,149,140 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് കരയുള്ളത്. ബാക്കി മുഴുക്കെ ജലനിരപ്പാണ്. ജലഭാഗ വിസ്തീർണത്തിൽ പസഫിക് മഹാസമുദ്രമാണ് കൂടുതൽ ഭാഗം. 16,52,60,000 ചതുരശ്ര കിലോമീറ്റർ പസഫിക് മഹാസമുദ്രമാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രം 8,28,10,000 ചതുരശ്ര കിലോമീറ്റർ അറ്റ്ലാന്റിക് ആണ്. ഇന്ത്യ മഹാസമുദ്രം 7,36,80,000 ചതുരശ്ര കിലോമീറ്റർ. ആർട്ടിക് സമുദ്രം 9,51,70,000 ചതുരശ്ര കിലോമീറ്റർ. ബാക്കിയുള്ള 15 കോടി ചതുരശ്ര കിലോമീറ്റർ ആണ് ആകെ വരുന്ന ഭൂമി. അപ്പം ഭൂമിക്ക് പ്രധാനമായിട്ട് 2 കറക്കമുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വാർഷിക ചലനമാണ് ഭൂമി കോഴിമുട്ടയുടെ ആകൃതിയിൽ ഇങ്ങനെ സൗരയൂഥത്തിന്റെ കേന്ദ്രമാകുന്ന സൂര്യനെ വലം വെക്കുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അതിന് മൊത്തം 365.25 ദിവസം എടുക്കും. അതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ. അങ്ങനെ കറങ്ങിയെടുക്കാനുള്ള സമയമാണ് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. അതാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ പൊതുവായൊരു വിവരങ്ങൾ. ഭൂമിയുടെ സ്വഭാവം പറയുകയാണെങ്കിൽ ഭൂമിയുടെ കേന്ദ്രഭാഗം, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഭൂമിയുടെ പുറന്തോടില്ല. ഭൂമിയുടെ പുറന്തോടിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ ഭൂമിയുടെ പുറന്തോടെ അറിയും. ക്രസ്റ്റ് എന്ന് പറയുന്ന ഭൂമിയുടെ പുറന്തോട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു സംവിധാനിച്ച ഭൂമി, ആ ഭൂമിയെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഇതുവരെ നമുക്ക് ലഭ്യമായ അറിവനുസരിച്ചുകൊണ്ട് ഭൂമിയുടെ കേന്ദ്രഭാഗം 1300 കിലോമീറ്റർ വ്യാസമുള്ള ഖരപദാർത്ഥമാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗം, ഭൂമിയെ തന്നെ കോറായി വരുന്ന ഭാഗമുണ്ട്. അത് 1300 കിലോമീറ്റർ വരുന്ന ഇതായി. നമ്മുടെ ഭൂമിയുടെ കോറെന്ന് പറയുന്നത്, ഭൂമിയുടെ ഉൾഭാഗം, കേന്ദ്രഭാഗം എന്ന് പറഞ്ഞ ഈ സാധനമാണ്. ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള ഇന്നർ കോർ. ആ ഇന്നർ കോറിന് അത് മാത്രം 1300 കിലോമീറ്റർ വ്യാസമുള്ള ഖരപദാർത്ഥമാണ്. അതായത് നല്ല സോളിഡായ കോപ്പറും നിക്കലും അതുപോലെ തന്നെ അയണും ചേർന്ന ഭാഗമാണ്. ഇരുമ്പ് നിക്കലും ചേർന്ന ഈ ഭാഗത്തിന്റെ സാന്ദ്രത ക്യൂബിക് സെന്റിമീറ്ററിന് 13 ഗ്രാമാണ്. അവിടുത്തെ ഊഷ്മാവ് 4000 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇതിന് ചൂടാണ് മുമ്പേ. ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗം 4000 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ നല്ല സോളിഡാണ്, ഖരാവസ്ഥയാണ് ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗമാകുന്ന ഇന്നർ കോറിനുള്ളത്. പിന്നെ അതിന് ചുറ്റുഭാഗത്തുമുള്ള ഔട്ടർ കോർ, ഉൾഭാഗത്ത് തന്നെ പിന്നെ പുറത്ത് കാണുന്ന ഔട്ടർ കോർ ലിക്വിഡാണ്, ഉരുകിത്തിളയ്ക്കുന്ന ദ്രവപദാർത്ഥമാണ്. ഉരുകിത്തിളച്ചുകൊണ്ടിരിക്കുന്ന ദ്രവമാണ്, ലിക്വിഡാണ് ഈ ഔട്ടർ കോറിനുള്ളത്. പിന്നെ അതിന്റെ പുറത്ത് കാണുന്ന മാൻഡിൽ, ഈ മാൻഡിലും അതിശക്തമായി തിളച്ചുകൊണ്ടിരിക്കുന്ന ലിക്വിഡോ ഈ സോളിഡോ അല്ലാത്ത രണ്ടിൻ്റെ ഇടയിലുള്ള അവസ്ഥയിലുള്ളതാണ്. ഇലാസ്റ്റികതയോടുകൂടിയ ഒരു പ്ലാസ്റ്റിക് സ്വഭാവത്തിലുള്ള ഭാഗമാണ് മാൻഡിൽ.
അതിൽ ഏറ്റവും മേലെ വരുന്ന ഈ ചെറിയ സാധനം ക്രസ്റ്റിലാണ് നമ്മളുള്ളത്. ഈ ക്രസ്റ്റാണ് പുറന്തോട്. ഏതാണ്ട് വെറും 70 കിലോമീറ്റർ വരെയാ ക്രസ്റ്റ് വരിക. ആ ഈ ക്രസ്റ്റിലാണ് മനുഷ്യൻ അധിവസിക്കുന്നത്. ഭൂമിയുടെ പുറന്തോടിലാണ് നമ്മളുള്ളത്. ഭൂമിയുടെ പുറന്തോടും മാന്റിൽ ഒരു ഭാഗം ഉൾപ്പെടുന്ന പരിചയത്തിൽ ലിത്തോസ്ഫിയർ എന്നും, അതിന് താഴെ 200 കിലോമീറ്റർ കനത്തിൽ അർദ്ധദ്രാവകത്തിലുള്ള രൂപത്തെ അസ്തനോസ്ഫിയർ എന്നും, അതിന് ചുവടെയുള്ള 150 കിലോമീറ്റർ ഭാഗത്തെ മെസോസ്ഫിയർ എന്നും വിളിക്കുന്നു. സമുദ്രത്തിന്റെ നമ്മൾ ജീവിക്കുന്ന ഈ പുറന്തോടി തന്നെയാണ് എന്തുള്ളത്? നമ്മുടെ കരയും സമുദ്രവും എല്ലാം ഉള്ളത്. നമ്മൾ കാണുന്ന വെള്ളവും നമ്മൾ കാണുന്ന ഭൂമിയും എല്ലാം ഈ ക്രസ്റ്റിന്റെ ഭാഗമാണല്ലോ. അവരെ സമുദ്രത്തിന്റെ അടിത്തട്ടും ഈ കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ലിത്തോസ്ഫിയർ, ഇത് പ്ലാസ്റ്റിക് പരുവത്തിലുള്ള വഴങ്ങുന്ന അങ്ങനത്തെ ഒരു സാധനം, വഴങ്ങുന്ന അസ്തനോസ്ഫിയറിലാണ് ചലനാത്മകമായി നിലനിൽക്കുന്നത്. നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഏത് ഭൂഖണ്ഡമാണെങ്കിലും, ഏഷ്യ ആണെങ്കിലും അതുപോലെ തന്നെ യൂറോപ്പ് ആണെങ്കിലും, ഈ ഭൂഖണ്ഡങ്ങളൊക്കെ നിൽക്കുന്നത് പ്ലേറ്റുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചലനാത്മകമായി വെച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ അസ്തനോസ്ഫിയറിലുള്ള ആ പ്രതലത്തിൽ ഉറച്ച പ്ലേറ്റുകളിൽ നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം. അസ്തനോസ്ഫിയറിലിരിക്കുന്ന ഈ പ്ലേറ്റുകൾ പരസ്പരം അകലുകയും അടുക്കുകയും ചെയ്യുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടും ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെട്ട പ്ലേറ്റുകൾ ചലിക്കുന്ന മൂലം ഭൂമിയുടെ മുഖത്തിന്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും ഭൂമി, നമ്മളിപ്പോ കാണുന്ന ഭൂമിയിലെ മാപ്പ് പണ്ട് ഇതെല്ലാം ഇങ്ങനെ വേറിട്ടതായിരുന്നില്ല, പലതും കൂടിയുന്നതായിരുന്നു. അപ്പൊ അതിങ്ങനെ പ്ലേറ്റുകൾ ചലിക്കുന്ന മൂലം മാറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ശാസ്ത്ര വിഭാഗം. ഈ പ്ലേറ്റുകളുടെ സംഗമസ്ഥാനങ്ങൾ വൻ പ്രതിഭാസങ്ങളാണ് നടക്കുന്നത്. ചിലപ്പോൾ അസ്തനോസ്ഫിയർ എന്നുള്ള ദ്രാവകം മുകളിലേക്ക് ഉയർന്ന് കടലിന് അടിത്തട്ടിൽ പുതിയ ലിത്തോസ്ഫിയർ സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊന്നിനെ അടിയിൽപ്പെട്ട് ഉരുകുന്നു. ഭൂമി ഉലുക്കവും അഗ്നിപർവ്വതങ്ങളെല്ലാം ഈ ചലനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അപ്പോ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പുറന്തോട്, നമ്മൾ പുറന്തോടി ജീവിക്കുന്നവരാണ്. ആ പുറന്തോടിനപ്പുറം എത്രയോ വലിയ സങ്കീർണമായിട്ട് അള്ളാഹു സംവിധാനിച്ചൊരു വലിയ സംഭവമാണ് ഭൂമി. അപ്പൊ ആ ഭൂമിയുടേതായ കറക്കമുണ്ട്. ഭൂമിയുടെ കറക്കം പ്രധാനപ്പെട്ട 2 കറക്കമാണ് നേരത്തെ പറഞ്ഞ മാതിരി. ഭൂമി ദിവസവും ചലിക്കുന്നത്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും കൊണ്ട് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഒരു പ്രാവശ്യം കറങ്ങുന്നു. ഈ കറക്കം കാരണമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഈ കറക്കത്തിന്റെ വേഗത ഭൂമധ്യരേഖയിൽ മണിക്കൂറിൽ 1666 കിലോമീറ്ററും ധ്രുവപ്രദേശങ്ങളിൽ 1600 കിലോമീറ്ററുമാണ്. അപ്പൊ ഏതാണ്ട് 1600 കിലോമീറ്റർ വേഗതയിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, സ്വയം കറങ്ങുകയാണ്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ എന്നെ പുറന്തോട് വസിക്കുന്ന നമ്മൾ ഇത്തരം ഒരു കറക്കം ഭൂനിവാസികളെ അറിയാതിരിക്കാൻ കാരണം പലതാണ്. ഒരു കാരണം, ഈ ചലനം വളരെ കോറയുള്ളതാണ്. ചായ്വോ ചരിവോ കുലുക്കുമോ അതിനില്ല. ഒരു കുലുക്കവും ഒരു ചരിവോ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ വളരെ കോർവയിൽ വളരെ വളരെയധികം പ്ലാൻഡായ രീതിയിൽ അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആ കറക്കം. പിന്നെ ഭൂമി സഞ്ചരിക്കുന്ന അന്തരീക്ഷം വളരെ മാർദ്ദവമാണ്. അതുപോലെ ഭൂമി സഞ്ചരിക്കുന്ന അന്തരീക്ഷം വളരെ മാർദ്ദവമാണ്. ഒരു ചലിക്കുന്ന വസ്തുവിന്റെ ചലനം നാം മനസ്സിലാക്കുന്നത് ചലിക്കാതെ നിൽക്കുന്ന ഒന്നിലേക്ക് ചേർത്തിയാണല്ലോ. നമുക്കെല്ലാവർക്കും ഉദാഹരണത്തിന്, വിമാനത്തിൽ സഞ്ചരിക്കുന്നവൻ അതിന്റെ അനക്കം മനസ്സിലാക്കുന്നത് ചലിക്കാതെ നിൽക്കുന്ന വൃക്ഷങ്ങളും ബിൽഡിങ്ങുകളും ചലിക്കുന്നത് മനസ്സിലാക്കിയാണല്ലോ. അങ്ങനെ നമ്മൾ വിമാനത്തിൽ നിന്ന് പുറത്തോട്ടൊന്നും നോക്കുന്നില്ലെങ്കിൽ, വിമാനം ഈ പറഞ്ഞ ചുഴിയിലൊന്നും വീഴുന്നില്ലെങ്കിൽ അങ്ങനെ അതിനകത്ത് അനങ്ങാതിരുന്ന് പോകാം. അപ്പോ ഒരുപക്ഷെ വിമാനത്തിൽ സഞ്ചരിക്കുകയാണ്, ദൂരം പോവുകയാണെന്ന് അറിയുന്ന പോലും ഇല്ല.
പക്ഷെ പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുകയാണെന്ന് മനസ്സിലാകുന്ന പുറത്തേക്ക് നോക്കി വൃക്ഷങ്ങളും മറ്റ് കാണുന്ന ബിൽഡിങ്ങുകളും ചലിക്കുന്നത് മനസ്സിലാക്കും. വൃക്ഷങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ചലനത്തെക്കുറിച്ച് അറിയുന്നത്. അതുപോലെ സൂര്യനും നക്ഷത്രങ്ങൾ ചലിക്കുന്നതിലൂടെ പ്രസ്തുത വേഗതയിൽ ഭൂമിയുടെ ചലനം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാത്രിയിലുടൻ പകലും മറിച്ചും വരുന്നത് ഭൂമിയുടെ ചലന നിമിത്തമാണ്. ഈ ചലനം കൃത്യവും തുല്യവേഗതയിലുമാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഫജറിന്റെയും സൂര്യോദയത്തിന്റെയും ഇടയിലുള്ള സമയം നിരീക്ഷിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടുന്നതാണ്. ഭൂമി നിലവിലുള്ള വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ കറങ്ങുകയാണെങ്കിൽ രാത്രിയും പകലും പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. നിലവുള്ളതിനേക്കാൾ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയുന്ന പക്ഷം വളരെ ദൈർഘ്യമുള്ള പകലുകളും രാത്രികളുമായിരിക്കും ഉണ്ടാവുക. രണ്ടും ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നത് 23.37 ഡിഗ്രി ചെരിഞ്ഞാണ്. ഭൂമി കറങ്ങുമ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കറങ്ങുന്നത് 23.37 ഡിഗ്രി ചെരിഞ്ഞാണ് കറങ്ങുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥകൾ മാറി വരുന്നതും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം വ്യത്യാസപ്പെടുന്നതും. നേരെ മറിച്ച് ഭൂമിയുടെ ചലനം ചരിവില്ലാതെ ആയിരുന്നുവെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെയോ: 1. വ്യത്യസ്ത കാലാവസ്ഥകൾ ഇല്ലാതെയാവുകയും വർഷം മുഴുവനും എല്ലാ നാടുകളിലും രാത്രിയും പകലും തുല്യമാവുകയും ചെയ്യും. 2. രാത്രിയുടെയും പകലിന്റെയും ഇടയിലുള്ള ചൂടിന്റെ ഡിഗ്രിയിൽ ഗണ്യമായ മാറ്റം സംഭവിക്കുന്നതും അതുമൂലം ഭൂമിയിലുള്ള താമസം ദുസ്സഹമാവുകയും ചെയ്യും. 3. കാറ്റുകളെ തിരിച്ചുവിടുന്നതിലും മേഘങ്ങളും വെള്ളവും ഭൂപ്രദേശങ്ങളിൽ വിഭജിക്കുന്നതിലും നിലവിലുള്ള അതുല്യമായ കോർവ താറുമാറാകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ കറക്കം പോലും വെച്ചിരിക്കുന്നത് പ്രത്യേകമായ ഒരു അനുമാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ കാലാവസ്ഥകൾ മാറിക്കിട്ടുന്നതും എല്ലാം സാധ്യമാകുന്നതും. ഭൂമിയുടെ വാർഷിക ചലനം, വർഷത്തിലുള്ള ചലനം. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കമാണിത്. ഏകദേശം കോഴിമുട്ടാകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഭൂമിയുടെ ഈ കറക്കം. സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴേക്ക് ഭൂമി ഏകദേശം 9600 മില്യൺ കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കും. സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴേക്ക് ഭൂമി ഏകദേശം 9600 മില്യൺ കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കും. അപ്പോൾ ഒരു ദിവസം 24 ലക്ഷം കിലോമീറ്റർ ഭൂമി സഞ്ചരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ കാലയളവാണ് ഒരു സൂര്യവർഷം. അഥവാ 365 ദിവസം 6 മണിക്കൂർ 9 മിനിറ്റ് 9.5 സെക്കൻഡ്. ഭൂമിയുടെ ഈ കറക്കവും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കറക്കത്തിന് ഭൂമി പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങൾ എത്തുന്നുണ്ട്. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും രാത്രിയും പകലും ഏകദേശം തുല്യമായിരിക്കും. കാരണം മേൽപ്പറയപ്പെട്ട ദിവസങ്ങളിൽ ഭൂമധ്യരേഖയിലൂടെ ആയിരിക്കും സൂര്യൻ കടന്നു പോവുക. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിൽ ലംബമായാണ് പതിക്കുക. ജൂൺ 21-ന് 23.5 ഡിഗ്രി വടക്ക് ഭാഗത്തു കൂടിയായിരിക്കും സൂര്യൻ കടന്നു പോവുക. പ്രസ്തുത ദിവസത്തിൽ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ചുരുങ്ങിയ രാത്രി അനുഭവപ്പെടും. നമ്മള് ഭൂമിയുടെ ഏത് ഭാഗത്താ? ഭൂമധ്യരേഖയുടെ വടക്കാണോ തെക്കാണോ ഉള്ളത്? ആരുമില്ലേ? ഉണ്ട് ഉസ്താദ്, ഉണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഭൂമധ്യരേഖയുടെ വടക്കാണോ തെക്കാണോ ഉള്ളത്? എവിടെ ഉള്ളത്? ഇടയ്ക്ക് ചോദിച്ചു നോക്കണമല്ലോ, ആരും ഉണ്ടെന്ന് അറിയണമല്ലോ. നമ്മൾ ഇന്ത്യക്കാരൊക്കെ നമ്മൾ ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രോപ്പിക്കൽ ലൈൻ, അല്ലെ ഈ പറഞ്ഞ ഇക്വഡേറ്റർ, അതിന്റെ വടക്കാവുള്ള നമ്മൾ തെക്കാവുള്ള അറിയോ? എന്താ വാക്കസ് അത് പറയാത്തെ? തെക്കണമെന്ന് സംശയമുണ്ട് സാർ. തെക്കാൻ ആവശ്യമില്ലേ? വാക്കസിന്റെ അഭിപ്രായം എന്താ? എന്താ കാതർക്കെന്ന് പറയാത്തെ? അതിൽ കാതർക്ക് കേട്ടടി വടക്കാണോ തോന്നുന്നു സാറേ. ഇതൊക്കെ നമുക്ക് ആർക്കും സമയമില്ലേ? നമ്മൾ
നമ്മളങ്ങനെയൊക്കെ ജീവിക്കുക. കറക്റ്റ് പറഞ്ഞോളി. അപ്പൊ നമ്മളൊക്കെ ഭൂമധ്യരയുടെ വടക്കാ വരുന്നത്. ഭൂമധ്യരയുടെ അയ്യോ. തെക്ക് ഭാഗത്ത് വരുന്ന ഈ പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കാര്യമായിട്ട് ആഫ്രിക്കയും ബ്രസീലും ഒക്കെ അവിടെ വരിക. ആ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇങ്ങനെ ജൂൺ 21-ന് 23.5 ഡിഗ്രി വടക്ക് ഭാഗത്തുകൂടിയായിരിക്കും സൂര്യൻ കടന്നു പോവുക. പ്രസ്തുത ദിവസത്തിൽ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ചുരുങ്ങിയ രാത്രിയും അനുഭവപ്പെടും. അന്നേ ദിവസം ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും ഏറ്റവും ചുരുങ്ങിയ പകലും അനുഭവപ്പെടും. ഡിസംബർ 21-ന് ഭൂമിയുടെ 23.8 ഡിഗ്രി തെക്ക് ഭാഗത്തുകൂടിയായിരിക്കും സൂര്യൻ കടന്നു പോവുക. അന്ന് ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നവർ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും ഏറ്റവും ചുരുങ്ങിയ പകലും അനുഭവപ്പെടും. അന്നേ ദിവസം ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ചുരുങ്ങിയ രാത്രി അനുഭവപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട അപ്പൊ ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിക്ക് വെച്ച ക്രമീകരണങ്ങൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ശാസ്ത്രലോകം ഇന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഭൂമി ഗോളമാണോ അല്ലേ, ഭൂമി കറക്കമുണ്ടോ ഇല്ലേ, ഇതൊക്കെ പ്രധാനപ്പെട്ട ചർച്ചകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിൽ എവിടെയും ഭൂമി ഗോളമാണെന്ന് സ്പഷ്ടമായി പറയുന്നില്ല. എന്നാൽ നമ്മൾ നേരത്തെ ഓതിയതുപോലെ അള്ളാഹു പല സ്ഥലത്തും എന്ത് ചെയ്യുക, ഭൂമി പരത്തിയതാണ്, വിരിപ്പാക്കി നൽകി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പരത്തിയതാണ്, വിരിപ്പാക്കിയതെന്ന് പറഞ്ഞൊന്നും അതിന്റെ ആകൃതിയെ കുറിച്ച് പറഞ്ഞതല്ല. ആകൃതിയെ കുറിച്ച് പറയേണ്ട ആവശ്യം ഖുർആനില്ല. മറിച്ച് അള്ളാഹു തആല ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന അവന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു സ്മരിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗോളാകൃതി അതിൽ തന്നെ ഉണ്ട്. അള്ളാഹു തആല വിരിപ്പാക്കി നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് വിരിപ്പാക്കി നൽകണമെങ്കിൽ വിരിപ്പല്ലാത്ത വേറെന്തോ ആകൃതിയാണല്ലോ, അപ്പോഴാണ് വിരിപ്പാക്കേണ്ടി വരിക. അപ്പൊ അള്ളാഹു തആല ഗോളാകൃതിയിലുള്ള ഭൂമി അള്ളാഹു തആല മനുഷ്യന് താമസിക്കാൻ, വെട്ടാൻ, കിളയ്ക്കാനൊക്കെ പാകത്തിനുള്ള നല്ല നിരപ്പായ ഭൂമിയാക്കി അള്ളാഹു തആല വിശാലമായ ഭൂമി വെച്ച് നൽകി. അപ്പൊ അള്ളാഹു നിയമത്തിനെടുത്ത് പറയുകയാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഈ പരത്തിയ ഭൂമിയുടെ ആകൃതി അതല്ല, ആകൃതിയെ കുറിച്ച് പഠിക്കാൻ എന്ത് ചുഴിഞ്ഞ് അന്വേഷിച്ചുള്ള നടത്തുന്ന അള്ളാഹു തആല പറയുന്നു, വൈലൽ അർദി കൈഫ സുത്തിഹത്. അതെ, നിങ്ങൾ ആലോചിക്കണം ഭൂമി എങ്ങനെയാണ് പരത്തപ്പെട്ടത്. ആ പരത്തപ്പെട്ട ഭൂമിയെ കുറിച്ച് നിങ്ങൾ പഠിക്കൂ, അന്വേഷിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് മനുഷ്യനോട്. പരിശുദ്ധ ഖുർആൻ ഒരു കാരണവശാലും അത് ഭൂമിയുടെ ആകൃതി ഗോളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകൃതി പറയാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. എന്നാൽ ആ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആകൃതിയിലേക്ക് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ധാരാളം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊക്കെ ഈ ഭൂമിക്ക് ഈ വിശാലതയും അതിന്റെ പരപ്പിനെ കുറിച്ചും ആ ഭൂമി അള്ളാഹു തആല പാകപ്പെടുത്തിയതിനെ കുറിച്ചാണ് അള്ളാഹു തആല പറഞ്ഞതൊക്കെ. അപ്പൊ ഭൂമി ഗോളമാണോ അല്ലേ, അത് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഗോളമാണെന്ന് അരിസ്റ്റോട്ടിലൊക്കെ പല പ്രമാണം വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ രീതി അല്ലെങ്കിൽ ആ ഒരു രീതി ശക്തമായി വരികയും ലോകത്ത് മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാർ 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പരിശുദ്ധ ഖുർആൻ തഫ്സീർ പറയുമ്പോൾ ഈ ഭൂമി ഗോളമാണെന്ന് തന്നെ സമർപ്പിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഈ ഭൂമി ഗോളമാണെന്ന് ഈ പറഞ്ഞ ആയത്ത് എതിരല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ച ഈ ഭൂമിയുടെ സത്തഹ് അതാ ചില ആൾക്കാർ പറഞ്ഞു ഭൂമി ഗോളം അല്ലെന്നതിന് ചില ആൾക്കാർ എന്താണ് ഈ ആയത്ത് തെളിവിച്ച് കാണാം. അത് ദുർബലാണ്. കാരണം അന്നൽ കുറത്തെ ഇതാക്കാത്തിൽ അളമ, അതേ ഗോളാകൃതിയുള്ള ഒരു സാധനം തന്നെ അത് വളരെ വലുതാകുമ്പോൾ അതിലെ ഓരോ ഭാഗവും നല്ല പരന്ന് വിശാലമായതാകാം. അങ്ങനെയാണ് ഭൂമിയുടെ അവസ്ഥയുള്ളത്. അള്ളാഹു തആല വെച്ചിരിക്കുന്ന ഭൂമിയിലെ വിശാലമാക്കി അള്ളാഹു സുബ്ഹാനഹു പരത്തി നൽകിയിരിക്കുകയാണ്. അതിന്റെ ഉപരിതലം, അതിന്റെ ക്രസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഈ പുറന്തോട് അള്ളാഹു പരത്തി നൽകിയിരിക്കുകയാണ്. ആ പരത്തി നൽകിയിരിക്കുന്നതിലാണ് മനുഷ്യന്റെ എല്ലാ ക്രയവിക്രയങ്ങളും നടക്കുന്നത് എന്നർത്ഥം. അതുപോലെ ഭൂമിയുടെ കറക്കത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നസ്സായി പറഞ്ഞില്ല. സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തെ കുറിച്ച് പറഞ്ഞു. കാരണം അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ അന്നുള്ള എല്ലാ സാധാരണക്കാർക്കും നോക്കിയാൽ കാണുന്നതാണ് ചന്ദ്രനും സൂര്യനൊക്കെ ചലിക്കുന്ന കാര്യം. ഖുർആൻ അത് പറഞ്ഞു. എന്നാൽ ഭൂമി കറങ്ങുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്സം പറഞ്ഞില്ല. എന്നാൽ അള്ളാഹു തആല സൂചിപ്പിച്ച് പറഞ്ഞു, കുല്ലും ഫി ഫലകി യസ്ബഹൂൻ. അള്ളാഹ് പറഞ്ഞു എല്ലാം, സൂര്യൻ എന്നല്ല ചന്ദ്രൻ എന്നല്ല, എല്ലാ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ റബ്ബിന്റെ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്, കുല്ലും ഫി ഫലകി യസ്ബഹൂൻ, എല്ലാം
എല്ലാം അതിന്റെ പ്രഭാവത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു ഖുർആൻ പറഞ്ഞു. അപ്പൊ അതില് എന്ത് പെട്ടു? ഭൂമിയുടെ ചലനവും പെട്ടു. ഇനി അതല്ല, മാത്രമല്ല, മഹാന്മാരായ ഉലമാന്റെ കൂട്ടത്തില് അള്ളാഹുവിന്റെ ഖുർആന്റെ പല ആയത്തുകളുടെ അർത്ഥം നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക പഠനങ്ങൾ കൂടുതൽ നടക്കുമ്പോഴാണ്. എത്രയെല്ലാം പഠിച്ചാലും പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ രഹസ്യം നമുക്ക് പിടുത്തം കിട്ടൂല. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, എത്രയെല്ലാം പഠിച്ചാലും നമുക്ക് ആകാശഭൂമികളുടെ സിറ് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടില്ല. എന്നാൽ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെടുന്നു. പഠിക്കുന്തോറും നമുക്ക് യജമാനായ റബ്ബിന്റെ കലാമിന്റെ അമാനുഷ്യത ബോധ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ അള്ളാഹു തആല പറയും, മനുഷ്യന്മാർക്ക് അറിയപ്പെട്ട ഇൽമ് വളരെ ചുരുങ്ങിയ ഇൽമാണ്. എത്ര പഠിച്ചാലും നമുക്കറിയാം, ശാസ്ത്രീയ പഠനം നടത്തുന്നതോറും അറിയുന്തോറും നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ ഏറെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എത്രമാത്രം പഠനം കൂടുന്നു അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. പ്രകാരം മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട് ഈ ഭൂമി ചലിക്കുന്നതായി. അത് നമുക്ക് ഒരായത്ത് സൂറത്തുൻ നംലിൽ 88-ാമത്തെ ആയത്ത് എന്താ? وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي يتقن كل شيء إنه خبير بما تفعلون. ബഹുമാനപ്പെട്ട ഇമാം തൊന്താവി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് ഇപ്പോൾ ഈ അടുത്ത് ജീവിച്ചു പോയവരാണ് ഇമാം തൊന്താവി. ആ തൊന്താവി പോലുള്ള ആധുനിക പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു സൂറത്തുൻ നംലിൽ പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീർ പൂർവ്വ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഖിയാമത്ത് നാളിലെ സംഭവവികാസമായിട്ടാണ് എണ്ണിയത്. എന്നാൽ അത് ഖിയാമത്ത് നാളിലാണ് എണ്ണേണ്ടതില്ല. ആയത്തിന്റെ അവസാന ഭാഗം പറയുന്നതനുസരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള പർവ്വതങ്ങളുടെ അവസ്ഥ തന്നെ അള്ളാഹു തആല പറഞ്ഞതാണ്. ആയത്തിന്റെ തറൽ ജിബാൽ, നിങ്ങൾക്ക് പർവ്വതങ്ങളെ കാണാം, തഹ്സബുഹാ, നിങ്ങൾ കരുതുന്നു, ജാമീദ, ആ പർവ്വതങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്ന്. എന്നാൽ അള്ളാഹ് പറയുന്നു, വഹിയ തമുറു മർറ സഹാബ്, അതേ ആ പർവ്വതങ്ങൾ മേഘങ്ങളെ പോലെ ഓടുകയാണ്, മേഘങ്ങളെ പോലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മേഘങ്ങളെ പോലെ സഞ്ചരിക്കുന്ന ആ പർവ്വതങ്ങൾ അത് ഉറച്ചു നിൽക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ ധരിക്കുന്നു. അല്ലാഹ് പറയാ, സുൻ അത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. സുൻ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. അല്ലദീ യതകന കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന, പരിപൂർണമായിട്ട് കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനമാണത്. അല്ലദീ യതകന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും കുറ്റമറ്റതാക്കി പെർഫെക്റ്റ് ആയി നിർമ്മിച്ച അള്ളാഹുവിന്റെ പ്രവർത്തനമാണത്. ഇന്നഹു ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ പറഞ്ഞു, ഭൂമി ഓരോ ദിവസവും 1600 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുടെ കറക്കം ഭൂമി 1666 കിലോമീറ്റർ വേഗതയിൽ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിവസവും. അപ്പോ ധ്രുവപ്രദേശങ്ങളാകുമ്പോൾ കുറച്ച് കുറയും. അതേസമയത്ത് ഭൂമധ്യ രേഖയിലാണെങ്കിൽ 1666 കിലോമീറ്റർ വേഗതയിൽ. അപ്പൊ 1666 കിലോമീറ്റർ വേഗതയിൽ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്രമാത്രം സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ കറക്കം നമ്മൾ അറിയുന്നില്ല. എന്നാൽ അപ്പൊ ഈ കറങ്ങുന്നതനുസരിച്ചുകൊണ്ട് ഭൂമിയുടെ ഉൾക്കാമ്പും കോറും അതിന്റെ ക്രസ്റ്റ്, അതിന്റെ ഇന്നർ കോറും ഔട്ടർ കോറും മാൻഡിലും അതുപോലെ അതിന്റെ ക്രസ്റ്റും അതിന്റെ പുറന്തോടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവ പുറന്തോട് വരുന്ന പർവ്വതങ്ങൾ ഇങ്ങനെ കറങ്ങുകയാണ്. പർവ്വതങ്ങൾ ഇങ്ങനെ 1600 കിലോമീറ്റർ വരെ കറങ്ങുന്നു. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എവറസ്റ്റ് കൊടുമുടിയാകട്ടെ, നമ്മുടെ ഒമാനിലെ മലകളാകട്ടെ, എല്ലാ മലകളും നിൽക്കുകയാണ്, റിജിഡായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ ധരിക്കുന്നു അവകളൊക്കെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണെന്ന്. പക്ഷെ ഉറച്ചു നിൽക്കുകയല്ല, അതിങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ മേഘങ്ങൾ പായുന്ന പോലെ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിലെ അവസാനത്തെ ആ പ്രയോഗം അനുസരിച്ചുകൊണ്ട് അള്ളാഹിന് ശേഷം പറയാം, അല്ലദീ യതകന കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളും കുറ്റമറ്റതാക്കി പെർഫെക്റ്റ് ആക്കി നിർമ്മിച്ച അള്ളാഹുവിന്റെ പ്രവർത്തനമാണത്. അപ്പൊ അതിങ്ങനെ കറങ്ങിയാലും, ആ പർവ്വതങ്ങളടക്കം ഇങ്ങനെ മുഴുവൻ കറങ്ങിയാലും ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എല്ലാം അള്ളാഹു തആല സ്റ്റേബിളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോ ആ നാം തൊന്താവിയൊക്കെ പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കുറ്റമറ്റ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതിനോട് ഏറ്റവും യോജിക്കുന്നത്
ഫൈനൽ അർദ് ദായിറത്തുൻ ഹൗല ശംസ്. അതേ ഭൂമി സൂര്യനെ ചുറ്റി ഇങ്ങനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വൽ ജിബാലു ബിത്തബൈ സായിറത്തും മാഹ. അപ്പൊ ഈ ഭൂമിയിൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ക്രസ്റ്റിലുള്ള പർവ്വതം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നവനറാഹ അല്ലാന ജാമിദ. നമ്മൾ കാണുമ്പോൾ അത് ഉറച്ചു നിൽക്കുന്നതായി തോന്നുന്നു. വഹിയ ഫിൽ ഹഖീഖത്തി ജാരിയത്തുൻ ജറിയൻ സരിഅൻ ജിദ്ദാ. യഥാർത്ഥത്തിൽ ആ പർവ്വതം ഇങ്ങനെ വളരെ വേഗത്തിൽ 1600 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഫഇന്നദാലിക യുനാസിബു ഖൗലുഹു തആല. അപ്പൊ അപ്പറഞ്ഞ പ്രയോഗം അഥവാ ഈ പറഞ്ഞ പ്രയോഗം ഏറ്റവും യോജിക്കുക ഫഹാദാഹുൽ ഇത്ഖാൻ. അള്ളാഹു പറഞ്ഞ പെർഫെക്റ്റ് ആയുള്ള നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആ രീതി അതിനെക്കുറിച്ചാണ്. അഥവാ 1600 കിലോമീറ്റർ വേഗതയിൽ ഈ പർവ്വതങ്ങൾ ഇങ്ങനെ ഓടിയിട്ടും ആ ഈ ഭൂമിയിൽ സ്റ്റെബിലിറ്റിക്ക് ഒരു കുറവില്ല, സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ ആരോ കറക്കം അറിയുന്നില്ല. ആ കറക്കം അറിയാതെ നമ്മളെങ്ങനെ പർവ്വതങ്ങൾ ഉറച്ചു നിൽക്കാൻ നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് ശരിക്കും ഏറ്റവും യോജിക്കുന്ന അർത്ഥം അത് ഖിയാമത്താണ് സംഭവമായിട്ട് വെക്കലില്ല. കാരണം ഖിയാമത്നാളെന്ന് പറഞ്ഞാൽ എല്ലാം നശൂറിനാകുന്ന സമയമാണല്ലോ. അപ്പൊ ഖിയാമത്നാളിലെ പർവ്വതത്തിന്റെ സംഭവമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഇപ്പോഴുള്ള ഈ ദുനിയാവിലുള്ള ഈ പർവ്വതങ്ങളെ കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങൾ ധരിക്കും എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഹസിബ യഹ്സബ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ അർത്ഥം. ഖുർആൻ ധാരാളം സ്ഥലത്ത് അല്ലാഹു തആല ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ വെറുതെ പടക്കപ്പെട്ട നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അപ്പൊ ധാരണ തെറ്റാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നീ അശ്രദ്ധനാണ്, തെറ്റിദ്ധരിക്കേണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതെ അർത്ഥം. അപ്പൊ ഇവിടെയും നമ്മൾ പർവ്വതങ്ങളെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കുകയാണ്, ആ പർവ്വതങ്ങൾ ഇങ്ങനെ സ്റ്റേബിളായി നിൽക്കുകയാണെന്ന്. സ്റ്റേബിളായി നിൽക്കുകയില്ല. വഹിയ തമറു മർറ സഹാബ്, മേഘങ്ങളെ പോലെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആ പർവ്വതങ്ങൾ എന്നർത്ഥം. അപ്പൊ ആ രീതിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ ആ പരിശുദ്ധ ഖുർആൻ എന്താണ് ഭൂമിയുടെ കറക്കം അവിടെ പറയുന്നുണ്ട്. ഭൂമി ചലിക്കുന്ന കാര്യം, ഭൂമിയിലെ പർവ്വതങ്ങൾ ചലിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ബോധ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് പരിപൂർണമായിട്ട് നമുക്ക് എന്ത് ആപ്റ്റായി നമുക്കറിയുന്നത് ഈ ഇൽമ നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഈ രീതിയിൽ ഇൽമ സംഭരിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖുർആൻ ഒരു കാരണവശാലും എവിടെയും പരിശുദ്ധ ഖുർആന്റെ ഭൂമി അങ്ങനെ സ്റ്റേബിളായി നിൽക്കുകയാണ്, ഭൂമി കറക്കമില്ല എന്ന് ഭൂമി എന്ത് ചെയ്യുക അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെ കറങ്ങുന്നു എന്ന സൂചന എന്ത് ചെയ്യുക അള്ളാഹുവിന്റെ ഖുർആൻ നൽകുന്നുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളിൽ എവിടെയും ഇന്നോളം നമ്മൾ കണ്ടത് സത്യങ്ങൾ ശാസ്ത്രീയ സത്യങ്ങൾ എന്താണ്, സത്യങ്ങൾ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും മാറാം. കാരണം പുതിയ അറിവ് കിട്ടുന്നതനുസരിച്ച് വിഷയങ്ങൾ മാറുകയാണ്. കാരണം നമുക്ക് ആർക്കൊന്നും യാഥാർത്ഥ്യം അറിയില്ല, യാഥാർത്ഥ്യങ്ങൾക്ക് വരുന്നേ ഉള്ളൂ. അപ്പോ യാഥാർത്ഥ്യങ്ങളായി സ്ഥിരപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊന്നും പരിശുദ്ധ ഖുർആനോ ഹദീസോ എവിടെ എതിരാകുന്നില്ല. മറിച്ച് അവിടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച സംവിധാനത്തിന്റെ അള്ളാഹു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചെന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യം കൂടുതൽ കൂടുതൽ പ്രകടമായി ബോധ്യപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയുന്ന അർത്ഥം. ഇൻഷാ അല്ലാഹ് സമയമായി. ഭൂമിയെ കുറിച്ച് ഒരു 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 വർത്താനാക എപ്പോഴും ഖുർആൻ തന്നെ പറയുന്നത്, എല്ലപ്പോഴും ഭൂമിയെ കുറിച്ചൊക്കെ പറയണ്ടേ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ പരിപാടിക്ക് ഉണ്ടാവൂലല്ലേ ഉള്ള ഒമാനുള്ളവരൊക്കെ? ഇൻഷാ അല്ലാ. ഭൂമിയുടെ കനം, ഭൂമിയുടെ വെയിറ്റ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും ഉസ്താദ്? ഭൂമിയുടെ ഗ്രാവിറ്റി വെച്ചിട്ടാ. ഭൂമിക്ക് ഗ്രാവിറ്റി പവർ ഉണ്ടല്ലോ, ഗ്രാവിറ്റി പവർ കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റി പവറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക ഭൂമിയുടെ വെയിറ്റ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പൊ ഈ ക്രസ്റ്റിലുള്ള എന്താണ് മണ്ണാണ്. എങ്കിൽ അതിന്റെ കോറിലുള്ളതോ 1300 കിലോമീറ്റർ കനത്തിലുള്ള ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗം, ആ ഉൾഭാഗം മുഴുവൻ നിക്കലും അയണുമാണെന്ന്. അവിടുത്തെ ചൂട് പറഞ്ഞാൽ 4000 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കിവിടെ 40 ഡിഗ്രി 50 ഡിഗ്രി 50 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. 4000 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുക അതിശക്തമായ ചൂടാണ് ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്ത്. എന്നാൽ ആ ഉൾഭാഗം അപ്പോഴും നല്ല കടുകട്ടിയായിട്ടിരിക്കുക, സോളിഡാണ്. മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ നിർമ്മാണം. ഓക്കെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم സംശിറേ നമ്മളെ റൂബി കമ്മിറ്റി വിളിച്ച് പറയാം, എനിക്ക് സമ്മാനം ഹുസൈൻ എന്ന് കിട്ടണമെന്ന് പറയാം കേട്ടോ.
അവകാശം ഉണ്ടല്ലോ. ഏ സമ്മാനേ ഭാഗ്യം ഉണ്ടായിരിക്കും. അല്ല പറ, ഔദ്യോഗിക സെക്ടറിനെ അറിയിക്ക്. കാസിമോടൊക്കെ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാ. ഉസ്താദ് പറഞ്ഞ പിന്നെ ഒന്നും ഇല്ലല്ലോ. ഞാൻ പറയാം, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ആളാണ് പറയാൻ വെച്ചിട്ടില്ല. അതെ, നിങ്ങള് അതിന്റെ അവകാശികൾ കിട്ടേണ്ടവരല്ലേ. ഇൻഷാ അല്ലാ. ഞാൻ എന്ത് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തും. ഉസ്താദ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم. السلام